വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ CA ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് എല്ലാവരും കാത്തിരിക്കുന്ന പത്മ അവാർഡ്സ് കോഡ് വെച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. 2026 പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ച കാര്യം നമുക്കറിയാം അല്ലെ. ആ പത്മ അവാർഡ്സ് എല്ലാം തന്നെ ചെറിയ ചെറിയ കോഡും കണക്ഷനൊക്കെ വെച്ച് നമ്മൾ ഓർത്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫുള്ളി പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പത്മ അവാർഡ്സ് 2026 ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവസാനം വരെ വളരെ എന്താണ് ആവേശത്തോടു കൂടി തന്നെ ക്ലാസ് കേൾക്കുക കേട്ടോ. അപ്പൊ പത്മ അവാർഡ്സ് നമുക്കറിയാം, ഭാരത് രത്ന കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരത് രത്ന നിങ്ങൾ പറയണം. ഒന്നാം സ്ഥാനം ഭാരത് രത്നയ്ക്കാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ പോകുന്നത്. അപ്പൊ ഭാരത് രത്ന കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്മ അവാർഡാണ്. അതിൽ തന്നെ ഏറ്റവും വലുത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. അപ്പൊ നമ്മൾ 2025 നമ്മൾ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ 2026 റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള പത്മ അവാർഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായിട്ടാണ് ഈ പത്മ അവാർഡ്സ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 2026 പത്മ പുരസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം എത്ര പേർക്കാണ് ഇപ്രാവശ്യം പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 131 പേർക്കാണ് ഇപ്രാവശ്യം പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ എത്ര പേർക്കാണ്? 131 പേർക്കാണ് ടോട്ടൽ ഇപ്രാവശ്യം 2026 പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്, പത്മ പുരസ്കാരം നേടിയിട്ടുള്ളത്. അതിൽ തന്നെ 131 പേരിൽ 5 പേർക്ക് പത്മവിഭൂഷൺ ആണ് ലഭിച്ചിരിക്കുന്നത്. 5 പേർക്ക് എന്താണ് ലഭിച്ചത്? പത്മവിഭൂഷൺ ആണ് ലഭിച്ചത്. 13 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. അതുപോലെ തന്നെ 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. ടോട്ടല് 131 പേർക്കാണ് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ അകത്ത് തന്നെ 16 പേര് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? പത്മ അവാർഡ് ലഭിച്ചത്. 16 പേർക്ക് മരണാനന്തര ബഹുമതി, പോസ്റ്റുമസ് ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? പത്മ പുരസ്കാരം ലഭിച്ചത്. എത്ര പേരാണെന്ന് കൃത്യം മനസ്സിലാക്കി വെക്കണം. 16 പേർക്ക്. ഇനി ഇത് ലഭിച്ചതിൽ 8 മലയാളികൾ. പത്മ പുരസ്കാരം ലഭിച്ചതിൽ എത്ര മലയാളികളുണ്ട്? കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള 8 പേർക്ക് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ 19 വനിതകളുണ്ട്. പത്മ പുരസ്കാരം ലഭിച്ചത് ടോട്ടൽ വനിതകളുടെ എണ്ണം എത്രയാണ്? 19 വനിതകളാണുള്ളത്. ഒന്നുകൂടി പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ പത്മ പുരസ്കാരങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 131 പത്മ പുരസ്കാരമാണ്. അതിൻ്റെ അകത്ത് 5 പത്മവിഭൂഷൺ ഉണ്ട്, 13 പത്മഭൂഷൺ ഉണ്ട്, അതുപോലെ തന്നെ 113 പത്മശ്രീ ഉണ്ട്. ഇനി അതിൽ തന്നെ എന്താണ് 19 വനിതകൾക്ക് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്, 8 മലയാളികൾക്ക് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റുമസ് ബഹുമതിയായിട്ട്, മരണാനന്തര ബഹുമതിയായിട്ട് ഒരു 16 പേർക്കും പത്മ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് സെറ്റാക്കി ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി ഇതിൽ തന്നെ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് നമ്മുടെ പത്മ പുരസ്കാരത്തിൽ ആദ്യത്തെ പത്മവിഭൂഷണിലേക്കാണ് പോകുന്നത്. ആ പത്മവിഭൂഷൺ കിട്ടിയ 5 പേരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പത്മവിഭൂഷൺ കിട്ടിയ 5 പേരെ കുറിച്ച് നോക്കും. പിന്നീട് നമ്മൾ പത്മഭൂഷൺ കിട്ടിയ 13 പേരെ കുറിച്ചും, പിന്നീട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്മ അവാർഡ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മലയാളികളും അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങളെയും പറ്റി നോക്കും നമ്മൾ. അപ്പൊ ആദ്യം തന്നെ 5 പേരിലേക്ക് പോകുന്നതിന് മുൻപേ ഈ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോ കുറച്ച് ആളുകൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ വ്യക്തിയാണ് നമ്മുടെ ധർമ്മേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു. ധർമ്മേന്ദ്രൻ എന്റെ കൂട്ടുകാരനാണ്. ധർമ്മേന്ദ്രന്റെ കൂട്ടുകാരനാണ് മണവാളൻ എന്ന് പറയുന്നത്. പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രനെ ഓർത്തു വെക്കണം. കോട്ട് സൂട്ടൊക്കെ ഇട്ട് പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മണവാളൻ ചോദിക്കുന്നുണ്ട്, ധർമ്മേന്ദ്ര ഇത് നിനക്ക് തന്നെയാണോടാ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോ ധർമ്മേന്ദ്രൻ പറയുന്നുണ്ട്, അതെ ഇത് എനിക്ക് തന്നെയാണ് കിട്ടിയതെന്ന് നമ്മുടെ ധർമ്മേന്ദ്രൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്ന ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഒരു പെട്ടിയും പിടിച്ചു വന്നത് തോമസ് ഊട്ടിയാണ്. തോമസ് ഊട്ടിക്ക് അല്ലെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. കയ്യിൽ എപ്പോഴും ഒരു പെട്ടി ഉണ്ടായിരിക്കും. ആ പെട്ടിയിടകത്ത് കുറച്ച് പൈസയും പുള്ളിക്കാരന് വേണം. അത് പുള്ളിക്കാരന്റെ നിർബന്ധമാണ്. വേറെ എന്തില്ലെങ്കിലും ആ പെട്ടിക്കകത്ത് കുറച്ച് പൈസയും വെച്ച് പുള്ളിക്കാരൻ ആ ഒരു ഹോബിയാണ്. ആ ഒരു പെട്ടിയും കൊണ്ട്, ആ ഒരു ബാഗും കൊണ്ട് എവിടെ പോയാലും ഉണ്ടായിരിക്കും. അപ്പൊ ആ ബാഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ബാഗും പിടിച്ചുകൊണ്ട് വന്നത് ആരാണ്? തോമസ് ഊട്ടിയാണ്. തോമസ് ഊട്ടി ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ പെട്ടിയിൽ കൊള്ളാവുന്ന പൈസയല്ലേ, പത്മവിഭൂഷണൊക്കെയാണ്, ഈ ബാഗിൽ കൊള്ളാവുന്ന പൈസയല്ലേ രാഷ്ട്രപതി തരുവുള്ളൂ എന്ന് ചോദിച്ചൊരു ബാഗുമായിട്ട് ആരാ വന്നത്?
തോമസ് ഊട്ടിയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത വന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അടുത്ത വന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ രാജമാണിക്യമാണ് അടുത്തത് വന്നിട്ടുള്ളത്. തള്ള എനിക്ക് വിഭൂഷണായി, എന്തിനാണേലും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ആര് വന്നിട്ടുണ്ട്? നമ്മുടെ രാജമാണിക്യവും കടന്നു വന്നിട്ടുണ്ട്. ഇവര് 3 പേരും ഏത് ബസ്സിലാണെന്നറിയോ? നാരായണ ബസ്സിലാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ന്യൂഡൽഹിയിലേക്ക് പോകുന്നത്. ഏത് ബസ്സിലാണ്? നമ്മുടെ നാരായണ ബസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കിങ്സ് സിനിമയിലെ നാരായണ ബസ് ഓർത്ത് വെക്കാം. ഈ നാരായണ ബസ്സിലാണ് ഇവര് 3 പേരും കൂടി എങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മുടെ തലസ്ഥാനത്തേക്ക് പോകുന്നത്, നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് ഈ ഒരു പത്മവിഭൂഷൺ മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? ആദ്യം വന്നത് നമ്മുടെ ധർമ്മേന്ദ്രനാണ്, അത് കഴിഞ്ഞ് നമ്മുടെ തോമസ് ഊട്ടി വന്നു, അത് കഴിഞ്ഞ് നമ്മുടെ രാജമാണിക്യം വന്നു. ഇവരെ 3 പേരും കൂടി ഏത് ബസ്സിലാ പോകുന്നത്? നാരായണ ബസ്സിലേക്കാണ് നമ്മുടെ രാഷ്ട്രപതിയെ കാണാൻ വേണ്ടി, പത്മവിഭൂഷണൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി പോകാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു കോഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ എനിക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇവർക്കല്ലല്ലോ ഇത് കിട്ടിയത് എന്നൊരു സംശയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അവസാനം ആ സംശയം ഞാൻ ക്ലിയർ ചെയ്തു, ഇവർക്കല്ല കിട്ടിയത്. പക്ഷെ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഇവരാണ് നമ്മുടെ കോഡ് എന്ന് പറയാൻ പോകുന്നത്. ഇത് പഠിക്കാനുള്ള കോഡുകളാണ് ഇപ്പൊ കാണിച്ചത്. ഇവരൊക്കെ പത്മ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു വളരെ ആശിച്ച് മോഹിച്ച് വന്നവരാണ്. പക്ഷെ എന്റെ കണ്ടെത്തലിൽ ഇവർക്കല്ല കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവര് 3 പേരും ഈ പറയുന്ന ബസ്സും എല്ലാമാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. എന്ത് പഠിക്കാനുള്ളതാണെന്നറിയോ? പത്മവിഭൂഷൺ പഠിക്കാനുള്ള കോഡാണ് നമ്മളിപ്പോ കാണിച്ചത്. അപ്പൊ ആദ്യം തന്നെ ഒന്നാമത്തെ വ്യക്തിയിലേക്ക് നമുക്ക് പോകാം. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോളിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഡ് പറയുന്നതിന് മുമ്പ് സീരിയസ് ആയിട്ട് യഥാർത്ഥ ധർമ്മേന്ദ്രനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, എന്നിട്ട് നമ്മുടെ കോഡ് വെച്ച് കണക്ട് ചെയ്യാം അല്ലെ. പത്മവിഭൂഷൺ കിട്ടിയ വ്യക്തിയാണ് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്തായിട്ടാണ്? മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്നാണ് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അന്തരിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അന്തരിച്ചത് 2025 നവംബർ 24-ാം തീയതിയാണ് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അന്തരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അന്തരിക്കുന്നത് എന്നാണ്? 2025 നവംബർ 24-ാം തീയതിയാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കലയാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. മഹാരാഷ്ട്രക്കാരനാണ്. കലയാണ് മേഖല, മഹാരാഷ്ട്രക്കാരനാണ്. ഇനി അദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ധർമ്മേന്ദ്രനാണ് ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെടുന്നത്. ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെയാണ് 1960-ൽ ഹിന്ദി സിനിമാ രംഗത്തേക്ക് അദ്ദേഹം ചുവട് വെക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പ്രവേശിക്കുന്നത്. 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ്. 2012 രാജ്യം എന്ത് നൽകി? പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2004 രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൂടിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം ഈ സ്റ്റേറ്റ്മെന്റുകൾ. അദ്ദേഹം അന്തരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2025 നവംബർ 24-ാം തീയതിയാണെന്ന് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചേക്കണം. ഇനി ബോളിവുഡിലെ ഹീമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ ആണ്. ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഹിന്ദി സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 2012 അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ്. ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക്, നമ്മുടെ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ധർമ്മേന്ദ്ര, നമുക്ക് പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രനെ തന്നെയാണ് നമ്മൾ എടുത്തത്. അങ്ങനെ തന്നെ നമുക്ക് കോഡിട്ട് പഠിക്കാം അല്ലെ. അപ്പൊ ധർമ്മേന്ദ്രനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രനും അതുപോലെ തന്നെ മണവാളനും കൂടി നമ്മുടെ കാവ്യാമാധവൻ ഒരു CD കൊണ്ടുവന്നല്ലേ, അവരുടെ ആ ഒരു ഡാൻസിന്റെ CD കൊണ്ടുവന്നു. അത് ധർമ്മേന്ദ്രന്റെ കാറിലിട്ട് ആ CD എല്ലാം കൊളാക്കി കൈ കൊടുത്തു. അപ്പൊ അവരെന്ത് പറഞ്ഞു? ധർമ്മേന്ദ്രനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കല അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മേന്ദ്രനും മണവാളനും കൂടി ആ പാട്ട് പാടി അല്ലെ, ഒരു കല അവതരിപ്പിച്ചു. അവരുടെ കലയ്ക്ക് വേണ്ടി സിംഗ് ചെയ്തു. അപ്പൊ ധർമ്മേന്ദ്രൻ സിംഗ് ചെയ്തു എന്നോർത്ത് വെക്കാലോ. ധർമ്മേന്ദ്രൻ എന്ത് ചെയ്തു? കാവ്യമാധവനൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടി ധർമ്മേന്ദ്രൻ സിംഗ് ചെയ്തു. അപ്പൊ ധർമ്മേന്ദ്ര സിംഗ് എന്തിനു വേണ്ടി? ഒരു കലയ്ക്ക് വേണ്ടി സിംഗ് ചെയ്തു. എങ്ങനെയാ സിംഗ് ചെയ്തത്? ആടിൻറേട്ടം ഇങ്ങനെയല്ലായിരുന്നു അവരുടെ സിംഗ്. അപ്പൊ അവരെന്ത് പറഞ്ഞു? അങ്ങനെ പാട്ട് പാടിയപ്പോ അവര് പറഞ്ഞു, നിങ്ങളുടെ പാട്ട് വളരെ മഹാമോശം എന്ന് പറഞ്ഞല്ലേ. അവരുടെ പാട്ട് കേട്ട് കാവ്യമാധവനും സംഘവും എന്ത് പറഞ്ഞു? നിങ്ങളുടെ പാട്ട് മഹാമോശം. അപ്പൊ മഹാരാഷ്ട്ര കണക്ട് ചെയ്ത് വെച്ചൂടെ?
അപ്പൊ ധർമ്മേന്ദ്രൻ സിംഗ് ചെയ്തു. എന്തിനു വേണ്ടി സിംഗ് ചെയ്തു? കലയ്ക്ക് വേണ്ടി സിംഗ് ചെയ്തു. കലയ്ക്ക് വേണ്ടി സിംഗ് ചെയ്തപ്പോ ഇവരെന്താ പറഞ്ഞത്? നിങ്ങളുടെ പാട്ട് മഹാമോശം എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാഷ്ട്ര കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഒന്നാമത്തെ വ്യക്തിനെ പഠിച്ചു, ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ ആണ്. കലയാണ് മേഖല എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സെറ്റാണ്. അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്തതിലേക്ക് നമ്മൾ വന്നു. ഇതാണ് കേട്ടോ ഒറിജിനൽ ധർമ്മേന്ദ്രൻ. ഇതാണ് ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ എന്ന് പറയുന്നത് ഒറിജിനൽ ധർമ്മേന്ദ്രൻ. നമ്മുടെ പത്മവിഭൂഷൺ കിട്ടിയ ഒറിജിനൽ ധർമ്മേന്ദ്രൻ ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്തത് ശ്രീ KT തോമസിലേക്കാണ് നമ്മൾ വരുന്നത്. പത്മവിഭൂഷൺ കിട്ടിയ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് KT തോമസ് എന്ന് പറയുന്നത്. പൊതുകാര്യമാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് അദ്ദേഹം. ആരാണ്? മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ശ്രീ KT തോമസ് എന്ന് പറയുന്നത്. അതായത് 1985 അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിതനാകുന്നത്. പിന്നീട് 1995 ഇവിടെയുണ്ട്. 1995 കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം നിയമിച്ചു, സേവനമനുഷ്ഠിച്ചു. പിന്നീട് 1996 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനാകുകയാണ്. പിന്നീട് അവിടുന്ന് 2002 വരെ അദ്ദേഹം വിരമിക്കുന്നത് വരെ ഏകദേശം 6 വർഷത്തോളം ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ശ്രീ KT തോമസ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത്? ശ്രീ KT തോമസ് എന്ന് പറയുന്നത്. 2002 വിരമിക്കുന്നത് വരെ 1996 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിതനാകുന്നത്. 2002 വിരമിക്കുന്നത് വരെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? KT തോമസ് എന്ന് പറയുന്നത്. കൂടാതെ 2017 രൂപീകരിച്ച കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായ വ്യക്തിയാണ് ശ്രീ KT തോമസ്. 2007 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2026 എന്തും ലഭിച്ചു? പത്മവിഭൂഷണം ലഭിച്ചു. 2007 പത്മഭൂഷണം, ഇപ്പൊ 2026 അദ്ദേഹത്തിന് എന്തും ലഭിച്ചു? പത്മവിഭൂഷണം ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ KT തോമസിനെ നമ്മൾ കണക്ട് ചെയ്തത് നമ്മുടെ തോമസ് ഊട്ടി ആയിട്ടാണ് അല്ലെ? കണക്ട് ചെയ്തത് നമ്മുടെ തോമസ് ഊട്ടി ആയിട്ടാണ്. തോമസ് ഊട്ടി ഒരു ബാഗ് ഒക്കെ പിടിച്ച് ഇത്രയും പൈസയോ കിട്ടുമോ, ഈ ബാഗിൽ കൊള്ളാവുന്ന പൈസയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ തോമസ് ഊട്ടി വന്നതാണ് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. അപ്പൊ തോമസ് ഊട്ടി കെട്ടുന്നത് എന്താണ്? ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും എന്താണ് കല്യാണം കഴിക്കും. അപ്പൊ തോമസ് ഊട്ടി കെട്ടിയതാണ് നമുക്ക് എന്താണ് കേരളത്തിന് കുറച്ച് സിനിമ കിട്ടാൻ വേണ്ടി കാരണമായത്. കാരണം ഈ ഇൻഗോസ്റ്റ് ഹൗസിന്റെ അകത്തൊക്കെ എന്താണ് തോമസ് ഊട്ടി കെട്ടിയപ്പം അവൻ എന്താണ് സമ്പാദ്യം വേണം, അവന് പൈസ വേണം, അതുകൊണ്ട് അവൻ കൂട്ടുകാരെ ചതിക്കുന്നു, അങ്ങനെ ചതിക്കുന്നു, അങ്ങനെയൊക്കെയല്ലേ ആ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തോമസ് ഊട്ടി കെട്ടിയതാണ് കേരളത്തിന് എന്ത് കിട്ടാൻ? കുറച്ച് പടം കിട്ടാൻ കാരണമായിട്ടുള്ളത്. അപ്പൊ തോമസ് ഊട്ടി കെട്ടുന്നത് ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. പൊതുവെ എല്ലാവരും ചെയ്യുന്നതാണ് കല്യാണം കഴിക്കുക, കെട്ടുക എന്ന് പറയുന്നത്. പക്ഷെ തോമസ് ഊട്ടി കെട്ടിയത് കൊണ്ട് കേരളത്തിന് കുറച്ച് പടം കിട്ടി അല്ലെ? കുറച്ച് എന്താണ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചിരിക്കാനൊക്കെയുള്ള വകയായിട്ട് കുറച്ച് പടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ KT തോമസ് ഊട്ടി കെട്ടുന്നത് പൊതുകാര്യമാണ്. പക്ഷെ കേരളത്തിന് എന്ത് കിട്ടി? കുറച്ച് ഫിലിം കിട്ടി. അപ്പൊ KT തോമസ് പൊതുകാര്യം കേരളം കണക്ട് ചെയ്ത് വെക്കാലോ. KT തോമസ് പൊതുകാര്യങ്ങൾ കേരളമാണ് പൊതുകാര്യമാണ് മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ള 3 പേരാണ്. 5 പേരിൽ 3 പേരും കേരളത്തിൽ നിന്നാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്ക് വരും കേട്ടോ നമ്മൾ. ഓക്കെ, അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. അടുത്തത് നമ്മൾ മിസ് എൻ രാജ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ആരിലേക്കാണ്? മിസ് എൻ രാജ്യത്തിലേക്കാണ് വരുന്നത്. രാജ്യം കലയാണ് മേഖല എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? മിസ് എൻ രാജ്യം എന്ന് പറയുന്നത്. എൻ രാജ്യം ആരാണ്? കലയാണ് മേഖല, ഉത്തർപ്രദേശ് ആണ്, പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആണ്. മിസ് രാജ്യത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? എൻ രാജ്യത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 1984 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2004 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2026 ഇപ്പൊ എന്തും ലഭിച്ചു? പത്മവിഭൂഷണം നൽകി രാജ്യം ആദരിച്ചു. അപ്പൊ 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ, ഇപ്പൊ 2026 രാജ്യത്തിന് എന്തും ലഭിച്ചു? പത്മവിഭൂഷണം ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും നേടിയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? എൻ രാജ്യം എന്ന് പറയുന്നത്. എൻ രാജ്യത്തെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? രാജമാണിക്യവുമായിട്ടാണ് അല്ലെ കണക്ട് ചെയ്തത്. രാജമാണിക്യവും വന്നിട്ടുണ്ടായിരുന്നു, ധർമ്മേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു,
തോമസ് ഊട്ടി വന്നു. തോമസ് ഊട്ടിയുടെ ഒക്കെ കൂടെ ആരും വന്നു? രായമാണിക്യവും വന്നു അല്ലെ, രാജമാണിക്യവും വന്നു. അപ്പൊ രാജമാണിക്യത്തെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. രാജമാണിക്യത്തിന് നല്ല കലയൊക്കെ നല്ല വശമുള്ള ആളാണ്. പിന്നെ എന്ത് ചോദിച്ചാലും കയ്യിൽ ഉത്തരമുള്ള മനുഷ്യനാണ് രാജമാണിക്യം അല്ലെ, അങ്ങനെ വിചാരിച്ചു വെച്ചാൽ മതി. ചടപടേ എന്ന് ഉത്തരം കൊടുക്കുന്ന ടീമാണ് രാജമാണിക്യം എന്ന് ഓർത്തു വെക്കണം. രാജമാണിക്യം കലയാണ്, രാജ്യം കലയാണ്, ഉത്തർപ്രദേശാണ്. രാജമാണിക്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ ശ്രീ പി നാരായണനാണ്. സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് മേഖല എന്ന് പറയുന്നത് കേരളമാണ് കേട്ടോ. ശ്രീ പി നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് മേഖലയായിട്ട് വരുന്നത്. കേരളമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, നമ്മൾ പറഞ്ഞു പത്മവിഭൂഷൺ കിട്ടിയതിൽ 3 പേരും 5-ൽ 3 പേരും എവിടെയാണ്? കേരളത്തിൽ നിന്നുള്ള ആളുകളാണ് കേട്ടോ, മലയാളികളാണ്. അപ്പൊ ഇടുക്കിയിൽ നിന്നുള്ള 90 വയസ്സുള്ള മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് പി നാരായണന് എന്ത് ലഭിച്ചു? 2026 പത്മവിഭൂഷൺ ലഭിച്ചു. സാഹിത്യ വിദ്യാഭ്യാസ മേഖലകളിലെ സംഭാവനകളെ മാനിച്ചാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ ആർക്ക് ലഭിക്കുന്നത്? നമ്മുടെ ശ്രീ പി നാരായണന് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു എങ്ങനെ കണക്ട് ചെയ്തു? നാരായണ ബസ്സിലാണ് അല്ലെ, ഇവരെല്ലാരും കൂടി എങ്ങനെയാണ് പോയത്? നാരായണ ബസ്സിലാണ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്യാലോ നമ്മള്. നമ്മുടെ തോമസ് ഊട്ടിയും അതുപോലെ തന്നെ ധർമ്മേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ രാജമാണിക്യം ഇവരെല്ലാരും കൂടി രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോയത് ഏത് ബസ്സിലാണ്? നമ്മുടെ നാരായണ ബസ്സിലാണെന്ന് പറഞ്ഞു. അപ്പൊ നാരായണനെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് അടുത്ത വ്യക്തിനെയും പഠിച്ചു. പത്മവിഭൂഷൺ കിട്ടിയ അടുത്ത വ്യക്തി ആരാണ്? നാരായണനാണ്. സാഹിത്യവും വിദ്യാഭ്യാസവുമാണ്. ബസ്സിൽ എന്താണ്? പാട്ടിടത്തിലെ ബസ്സില് നല്ല ഓളിയത്തിലൊക്കെ പാട്ടിടും അല്ലെ, നല്ല ഓളിയത്തില് പാട്ടിടും. അപ്പൊ സാഹിത്യവും വിദ്യാഭ്യാസവുമാണെന്ന് പഠിച്ചു വെക്കാം. എവിടെയാണ്? ഇവരെല്ലാരും കേരളത്തിലുള്ള ആളുകളാണ് അല്ലെ. തോമസ് ഊട്ടിയും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മേന്ദ്രനും അതുപോലെ തന്നെ രാജമാണിക്യം ഒക്കെ കേരളത്തിലുള്ള ആളുകളാണെന്ന് ഓർത്തു വെച്ചേക്കുക. രാജമാണിക്യം ഉത്തർപ്രദേശാണ്. ബാക്കിയൊക്കെ എന്താണ്? കേരളത്തിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇവരൊക്കെ കേരളത്തിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിൽ നിന്നാണ് ഇവർ യാത്ര പോകുന്നത്. അപ്പൊ കേരളം ഓർത്തു വെക്കാം കേട്ടോ, കേരളം ഓർത്തു വെക്കാം. ശ്രീ പി നാരായണൻ സാഹിത്യവും വിദ്യാഭ്യാസവുമാണ്, കേരളമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത വ്യക്തിയിലേക്ക്. ഒരു കോഡും വേണ്ട, നമുക്ക് പഠിച്ചു വെക്കാൻ ഒരു കോഡും വേണ്ടാത്ത മനുഷ്യനിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ സ്വന്തം VS അച്യുതാനന്ദൻ. നമ്മുടെ VS അച്യുതാനന്ദൻ എന്ത് ലഭിച്ചടാ? പത്മവിഭൂഷൺ ലഭിച്ചു അല്ലെ, പത്മവിഭൂഷൺ ലഭിച്ചു നമ്മുടെ VSന്. ഈ VSനെ ഓർത്തു വെക്കാൻ കോഡിന്റെ ആവശ്യമുണ്ടോ? VSന് പത്മവിഭൂഷൺ ലഭിച്ചു എന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കോഡിന്റെയും ആവശ്യമില്ല. VSനും മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് ലഭിച്ചിരിക്കുന്നത്? പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അന്തരിക്കുന്നത് എന്നാണ്? അത് 2025 ജൂലൈ 21 തീയതിയാണ് VS അച്യുതാനന്ദൻ അന്തരിക്കുന്നത്. സോ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പൊതുകാര്യമാണ് അല്ലെ, പൊതുപ്രവർത്തകനായിരുന്നു. കേരളമാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെക്കാൻ നമുക്ക് കോഡിന്റെ ഒന്നും ആവശ്യമില്ല VSനെ പറ്റി പഠിച്ചു വെക്കാൻ അല്ലെ. 4ാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ്. 2016-21 4ാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ആരായിരുന്നു? ചെയർമാൻ ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. VSന്റെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോയതാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? VS എന്ന് പറയുന്നത്. 1992, 96, 2001, 2006, 2011, 16 എന്നീ കേരള നിയമസഭയിൽ അദ്ദേഹം ആരായിരുന്നു? പ്രതിപക്ഷ നേതാവായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ് VS എന്ന് പറയുന്നത്. ഇങ്ങോട്ടേക്ക് വന്നാൽ 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗമായിരുന്നു അല്ലെ. 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാംഗം ചോദിച്ചാൽ അത് നമ്മുടെ VS ആയിരുന്നു. 2006, 2011 അദ്ദേഹം എന്താണ്? 12ാം കേരള നിയമസഭയിൽ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. കേരളത്തിന്റെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ മലമ്പുഴയിൽ നിന്ന് തുടർച്ചയായി 20 വർഷം നിയമസഭാംഗമായ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ VS എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയാവുമ്പോൾ 82 വയസ്സുണ്ടായിരുന്നു. അപ്പൊ 2006, 2011 അദ്ദേഹം കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയിലേക്ക് വന്നാൽ എന്താണ് VSന്റെ ആത്മകഥ? സമരം തന്നെ ജീവിതം എന്ന് പറയുന്നതാണ്. സമരം തന്നെ ജീവിതം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിലേക്ക് വന്നാൽ 2 വികസനത്തിന്റെ കൃതികൾ പഠിച്ചു വെക്കണം. 2 വികസനത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്? കേരള വികസന സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ എന്താണ്?
പരിസ്ഥിതിയും വികസനവും, രണ്ട് വികസനത്തിന്റെ കൃതികൾ. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, എളുപ്പത്തിൽ പഠിക്കാം. രണ്ട് വികസനത്തിന്റെ കൃതികൾ, കേരള വികസന സങ്കല്പവും പരിസ്ഥിതിയും വികസനവും എന്ന് പറയുന്ന രണ്ട് വികസനത്തിന്റെ കൃതികൾ. അത് കഴിഞ്ഞ് എന്ത് പഠിക്കണം? സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇത് ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ലെന്ന് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ, അടുത്ത കൃതിയാണ് ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. അപ്പൊ ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ നല്ലൊരു നേതാവ് ഏത് പക്ഷത്ത് നിൽക്കണം? ജനപക്ഷത്ത് നിൽക്കണം. അടുത്ത കൃതി ജനപക്ഷം. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അവസാനത്തെ കൃതി ഏതാണ്? അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന് പറയുന്നതാണ് അവസാനത്തെ കൃതി എന്ന് പറയുന്നത്. എങ്ങനെ പഠിച്ചു വെക്കാം? ഒന്നുകൂടി പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ ആത്മകഥ, സമരം തന്നെ ജീവിതം എന്ന് പറയുന്നതാണ് രണ്ട് വികസനത്തിന്റെ കൃതികൾ. ഏതൊക്കെയാണ് അത്? കേരള വികസന സങ്കല്പങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കോ, പരിസ്ഥിതിയും വികസനവും എന്ന് പറയുന്ന രണ്ട് വികസനത്തിന്റെ കൃതികൾ. അതുപോലെ തന്നെ സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. രണ്ടും ഒരേപോലെ പഠിച്ചു വെച്ചേക്ക. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇനി ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ ഒരു നല്ല നേതാവ് എവിടെ നിൽക്കണം? ജനപക്ഷത്ത് നിൽക്കണം. ജനപക്ഷം എന്ന് പറയുന്നത് അടുത്ത കൃതി. അത് കഴിഞ്ഞ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തതിലേക്ക് വരുമ്പോ നമുക്ക് മലയാളികൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത്തവണ 3 മലയാളികൾക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതൊന്നുകൂടി എടുത്ത് നമ്മൾ പഠിക്കുകയാണ്. ഇതാ നമ്മുടെ VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന, നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് എന്താണ് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദന് ലഭിച്ചു അല്ലെ. അതുപോലെ തന്നെ സാഹിത്യകാരനായിട്ടുള്ള P നാരായണന് ലഭിച്ചു. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി എന്ന് നമ്മൾ പറഞ്ഞ നമ്മുടെ ജസ്റ്റിസ് KT തോമസിനും എന്ത് ലഭിച്ചു? പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ്. 5 പേർക്ക് ടോട്ടല് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3 പേരും ആരാണ്? മലയാളിയാണ്, കേരളത്തിൽ നിന്നാണ്. ഒന്ന് നമ്മുടെ VS ആണ്, അതുപോലെ തന്നെ P നാരായണനാണ്, പിന്നെ അടുത്തതാരാണ്? ജസ്റ്റിസ് KT തോമസ് ആണ് അല്ലെ. ജസ്റ്റിസ് KT തോമസ് ആണ്, സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ്. പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത്, ഇനി നമ്മൾ വരാൻ പോകുന്നത് പത്മഭൂഷൺ കിട്ടിയ 13 പേരിലേക്കാണ്. ഇവിടെയും നമ്മൾ ചെറിയ കോഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്യും കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മഭൂഷൺ കിട്ടിയ 13 പേരിലേക്കാണ്. പത്മഭൂഷൺ 13 പേർക്കാണ് കിട്ടിയ. ആ 13 പേരിലേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യത്തെ വ്യക്തിയിലേക്ക് വരാം. ശ്രീമതി അൽക്ക യാഗ്നിക്കിനാണ് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ വ്യക്തി ആരാണ്? ശ്രീമതി അൽക്ക യാഗ്നിക് ആണ്. ഈ കല എന്ന് പറയുന്നത് ഒരു യാഗമാണ് അല്ലെ. അങ്ങനെ എടുത്താൽ മതി. കല എന്ന് പറയുന്നത് ഒരു യാഗമാണ്. നമ്മൾ പറയത്തില്ലേ സംഗീതം എന്ന് പറയുന്നത് ഒരു സാഗരമാണ് എന്ന് പറയുന്നത് പോലെ കല എന്ന് പറയുന്നത് ഒരു യാഗമാണ് അല്ലെ. അപ്പം യാഗ്നിക് യാഗം, കലയാണ്. മേഹന എന്ന് പറയുന്നത് ഇതൊരു മഹായാഗമാണെന്ന് ഓർത്തു വെച്ചാൽ മഹാരാഷ്ട്രയും കണക്ട് ചെയ്യാൻ പറ്റും. കല എന്ന് പറയുന്നത് ഒരു യാനമാണ് അല്ലെങ്കിൽ യാഗമാണ്. ആ ഒരു കലയിലേക്ക് ഒരു മഹായാഗമാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ യാഗ്നിക്, കല, മഹാരാഷ്ട്ര ഓർത്തു വെക്കാലോ. ഇനി അടുത്തതിലേക്ക് വന്നാൽ ശ്രീ ഭഗവത് സിംഗ് കൊശ്യാരിയിലേക്കാണ് വരുന്നത്. എടാ, ഭഗവാന് നമ്മൾ പാട്ട് പാടും അല്ലെ. ഭഗവാന് നമ്മൾ സിംഗ് ചെയ്യും, അതുപോലെ തന്നെ ക്യാഷും കൊടുക്കും അല്ലെ. ഭഗവാന് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഭഗവാന് വേണ്ടി പാട്ടും പാടും, അവിടെ എന്താണ്? നേർച്ചപ്പെട്ടിയിലെ ക്യാഷും ഇടും അല്ലെ. അപ്പൊ ഭഗവത് സിംഗ് കൊശ്യാരി ഇത് ആരാ ചെയ്യുന്ന? പൊതുജനങ്ങളാണ് അല്ലെ ഇത് ചെയ്യുന്നത് ആരാണ്? ഭഗവാനെ സിംഗ് ചെയ്യുന്നതും ഭഗവാന്റെ ആ ഒരു നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്നതും ക്യാഷ് ഇടുന്നതൊക്കെ ആരാണ്? ക്യാഷ് ഇടുന്നതൊക്കെ പൊതുജനങ്ങളാണ്. അപ്പൊ പൊതുകാര്യം ഓർത്തു വെക്കാം. ഇനി ഭഗവാൻ എന്ന് പറയുന്ന, ഭഗവാനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? ഉത്തരമില്ല. അപ്പൊ ഉത്തരാഖണ്ഡ് ഓർത്തു വെക്കാം. പക്ഷെ നമ്മൾ പറയാറുണ്ടല്ലേ, തൂണിലും തുരുമ്പിലും കുണ്ടിലും കുഴിയിലും ഒക്കെ എന്താണ്? ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഉത്തരമില്ല. കുണ്ടിലും കുഴിയിലും ഒക്കെ ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ വ്യക്തി ആരാണ്? ശ്രീമതി അൽക്ക യാഗ്നിക് ആണ്, കലയാണ്, മഹാരാഷ്ട്രയാണ്. രണ്ടാമത്തെ വ്യക്തിനെ പഠിച്ചു നമ്മൾ, ശ്രീ ഭഗവത് സിംഗ് കൊശ്യാരിയാണ്. ഭഗവാനാണ് സിംഗ് ചെയ്യുന്നതും ക്യാഷ് കൊടുക്കുന്നതും പൊതുജനങ്ങളാണ് കൊടുക്കുന്നത്, പൊതുകാര്യമാണ്, ഉത്തരാഖണ്ഡാണ്. അടുത്തത് ശ്രീ കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എവിടത്തുകാരനാണ്? തമിഴ്നാട്ടുകാരനാണ് അല്ലെ. ശ്രീ കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ഈ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എവിടത്തുകാരനാണ്?
തമിഴ്നാട്ടുകാരനാണ്. എടാ കള്ളനെ പട്ടി കളിച്ച രാമനെയും സ്വാമിനെയും പഴനിമലയും ഒന്നും കേറിയിട്ട് കാര്യമില്ല. ആരെ കാണിക്കണം? വൈദ്യനെ കാണിക്കണം. വൈദ്യശാസ്ത്രമാണ്, ഓർത്തു വെക്കാലോ. കള്ളനെ പട്ടി കടിച്ചാൽ എന്താണ്? നമ്മളെ രാമനെയോ സ്വാമിനെയോ പഴനിമലയോ ഒന്നും കേറിയിട്ട് കാര്യമില്ല. എവിടെ കാണിക്കണം? വൈദ്യശാസ്ത്രം എടുക്കണം, വൈദ്യനെ കാണിക്കണം. അപ്പൊ വൈദ്യശാസ്ത്രം ശ്രീ കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി എന്താണ്? വൈദ്യശാസ്ത്രമാണ്, തമിഴ്നാടാണ്. അടുത്തത് ശ്രീ മമ്മൂട്ടിയിലേക്കാണ് നമ്മൾ വരുന്നത്. ഓർത്തു വെക്കാൻ കോഡിന്റെ ആവശ്യമില്ല. നമ്മുടെ മമ്മൂക്കായ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടടാ? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്കായ്ക്ക് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചു. കലയാണ് മേഖല, കേരളമാണ്. അടുത്ത വ്യക്തിയിലേക്ക് വരാൻ നമുക്ക്. ഡോക്ടർ നോറി ദന്തത്രോയിഡു ആണ്, വൈദ്യശാസ്ത്രമാണ്, അമേരിക്കയാണ്. ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇവിടുത്തുകാരനല്ല, പുള്ളി അമേരിക്കക്കാരനാണ് അല്ലെ. എന്താണ്? ഡോക്ടർ നോറി ദന്തത്രോയിഡു ആണ്. അപ്പൊ ദന്ത ഡോക്ടറാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കണം? പുള്ളി എന്താണ്? ദന്തത്രോയിഡു ആണ്, ദന്ത ഡോക്ടറാണ്. ദന്തത്രോയിഡു ദന്ത ഡോക്ടർ, നോറി ദന്തത്രോയിഡു. ഓക്കെ അല്ലേ? വൈദ്യശാസ്ത്രം, ദന്ത ഡോക്ടർ ആയതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രം കണക്ട് ചെയ്ത് വെക്കുക. അമേരിക്കയാണ് കേട്ടോ, അമേരിക്കയാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വന്നാൽ പീയൂഷ് പാണ്ഡെ. അടുത്തത് ആരാണ്? പീയൂഷ് പാണ്ഡെയാണ്. പീയൂഷ് പാണ്ഡെക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കലയാണ് മേഖല എന്ന് പറയുന്നത്. മഹാരാഷ്ട്രക്കാരനാണ് പീയൂഷ് പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പൊ ഈ പാണ്ഡവരെ ഓർത്തു വെക്കാല്ലേ നമുക്ക്. അപ്പൊ പീയൂഷ് പാണ്ഡെനെ പാണ്ഡവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. പാണ്ഡവർക്കൊക്കെ കലയൊക്കെ നല്ല വശമുണ്ട്. മഹാരാഷ്ട്രങ്ങള് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? പാണ്ഡവരെന്ന് പറയുന്നത്. മഹാരാഷ്ട്രങ്ങളൊക്കെ കൈയടക്കി വെച്ചവരാണ് പാണ്ഡവര്. കലയൊക്കെ നല്ല വശമുണ്ട്. പാണ്ഡവര് പണ്ടേ മരിച്ചുപോയവരാണ് അല്ലെ. അപ്പൊ മരണാനന്തര ബഹുമതിയായിട്ടാണ് പീയൂഷ് പാണ്ഡെക്ക് ലഭിച്ചിട്ടുള്ളത്. കലയാണ് മേഖല എന്ന് പറയുന്നത്. മഹാരാഷ്ട്രക്കാരനാണ് ആരെന്ന് പറയുന്നത്? പീയൂഷ് പാണ്ഡെ. അടുത്ത വ്യക്തിയിലേക്ക് വന്ന ശ്രീ SKM മെയിലാനന്ദനാണ്. SKM മെയിലാനന്ദനിലേക്കാണ് വരുന്നത്. സാമൂഹിക പ്രവർത്തനമാണ്, തമിഴ്നാടാണ് മേഖല എന്ന് പറയുന്നത്. തമിഴ്നാടാണ് സ്ഥലം എന്ന് പറയുന്നത്. സാമൂഹ്യ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത്. SKM മെയിലാനന്ദനാണ്. ഇത്രയും പേരെ ആദ്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആരൊക്കെയാണ്? ശ്രീമതി അൽക്ക യാഗ്നിക് ആണ്. അതുപോലെ തന്നെ ശ്രീ ഭഗവത് സിംഗ് കൊശ്യാരി, കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, അതുപോലെ തന്നെ മമ്മൂക്ക, അതുപോലെ തന്നെ ആരാണ്? നോറി ദന്തത്രോയിഡു, പീയൂഷ് പാണ്ഡെ. അത് കഴിഞ്ഞ് ആരിലേക്ക് വന്നു? നമ്മള് KM മെയിലാനന്ദനിലേക്ക് വന്നു. ഇത്രയും പേരെ ആദ്യം പഠിച്ചു വെച്ചേക്കുക. അത് അടുത്ത ആളുകളിലേക്ക് പോവുകയാണ്. 13 പേർക്കല്ലേ ടോട്ടൽ കിട്ടിയത്. അടുത്ത ആളിലേക്ക് നമ്മൾ വരികയാണ്. ശതാവധാനി ആർ ഗണേശ് കലയാണ് മേഖല, കർണാടകയാണ്. എടാ ഈ നമ്മുടെ എന്താണ് അമ്പലങ്ങളിലൊക്കെ, നമ്മുടെ ഗണേശന്റെ അമ്പലങ്ങളിലൊക്കെ പണ്ട് നാടകങ്ങളായിരുന്നു അല്ലെ. അമ്പലങ്ങളിലെ പരിപാടിക്ക് പണ്ട് നാടകങ്ങളല്ലേ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഗണേശനെയൊക്കെ എന്താണ് നാടകത്തിൽ കൊണ്ടുവരും അല്ലെ. ഗണേശന്റെ അമ്പലത്തിലൊക്കെ ആണെങ്കിൽ ഗണേശനെയൊക്കെ ഇപ്പം ശിവനെ കൊണ്ടുവരും, പാർവതീനെ കൊണ്ടുവരും. ഗണേശനെയൊക്കെ ഈ നാടകത്തില് മെയിൻ ആയിട്ട് ഈ ഗണേശനെ എപ്പോഴും നാടകത്തിൽ കൊണ്ടുവരും. അപ്പൊ കലയാണ് കർണാടക, ഓർത്തു വെക്കാലോ. ശ്രീ ശതാവധാനി ആർ ഗണേശനെ എപ്പോഴും കലകളിൽ കൊണ്ടുവരും. കലകളിൽ ഏത് കലയിലാണ്? നാടക കലകളിൽ കൂടുതലും ഗണേശനെ കൊണ്ടുവരും എന്ന് ഓർത്താ മതി. ശ്രീ ശതാവധാനി ആർ ഗണേശ് കലയാണ്, കർണാടകയാണ്, ഓർത്തു വെക്കണം കേട്ടോ. ഇനി ശ്രീ ഷിബു സോറനിലേക്കാണ് വരുന്നത്. പൊതുകാര്യമാണ്, ജാർഖണ്ഡ്. ഈ സോറൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ സോർ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? ചോറ് എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സോറൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യണം? ചോറ് കണക്ട് ചെയ്യണം. ചോറ് എപ്പോഴും എന്തിലാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ ജാറിലാണ് കൊണ്ടുപോകുന്നത്. അതെന്താണ്? പൊതുവെ എല്ലാരും പൊതുജനങ്ങൾ എല്ലാവരും എന്താണ്? പൊതുവെ എല്ലാരും തന്നെ ചോറ് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ജാറിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ പൊതുകാര്യം പൊതുവെ എല്ലാരും തന്നെ ചോറ് എന്തിലാണ്? ജാറിലാണ് കൊണ്ടുപോകുന്നത്. ഷിബു സോറൻ പൊതുകാര്യം ജാർഖണ്ഡ് പഠിച്ചു വെക്കാം. അടുത്ത വ്യക്തിയിലേക്ക് വന്നാൽ ശ്രീ ഉദയ് കൊട്ടക്കിലേക്കാണ് വരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴേ കൊട്ടയും ചട്ടിയും വട്ടിയുമായിട്ടൊക്കെ ഇറങ്ങുന്നത് ആരാണ്? വ്യാപാരികളും വ്യവസായികളുമാണ്. അവര് മഹാരാഷ്ട്രങ്ങളിലാണ് ഇത് കൊണ്ടുപോയി വിൽക്കുന്നത്. ശ്രീ ഉദയ് കൊട്ടയ്ക്ക് സൂര്യൻ ഉദിക്കുമ്പോഴേ കൊട്ടയും ചട്ടിയും വട്ടിയുമായിട്ട് ഇറങ്ങുന്നത് ആരാണ്? വ്യവസായികളാണ്, വ്യാപാരികളാണ്. മഹാരാഷ്ട്രങ്ങളിലാണ് അവരെന്ത് ഇതെല്ലാം വിൽക്കുന്നത്. അപ്പൊ ശ്രീ ഉദയ് കൊട്ടയ്ക്ക് എന്താണ്? വ്യവസായം, വ്യാപാരമാണ്. മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീ VK മൽഹോത്രയിലേക്ക് വരാം. മരണാനന്തര ബഹുമതിയായിട്ടാണ് ശ്രീ VK മൽഹോത്രയ്ക്ക് ലഭിച്ചത്. പൊതുകാര്യമാണ്, ഡൽഹിയാണ്. അതുപോലെ തന്നെ അടുത്തത് നമ്മളെ കേരളത്തിലുള്ള മറ്റൊരു വ്യക്തിക്ക് പത്മഭൂഷൺ ലഭിച്ചു. മമ്മൂക്കയെ കൂടാതെ ആർക്കാണ് ലഭിച്ചത്? SNDPയുടെ പ്രവർത്തകനായിട്ടുള്ള SNDPയുടെ നേതാവായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചു അല്ലെ. വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചു. പൊതുകാര്യങ്ങളാണ്,
കേരളമാണ്. കേരളത്തിൽ നിന്ന് 2 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അതൊന്ന് മമ്മൂട്ടിയാണ്, രണ്ടാമത്തത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശന് പൊതുകാര്യം, അതുപോലെ തന്നെ കേരളമാണ്. ഇനി അവസാനത്തെ വ്യക്തിയിലേക്ക് വന്ന ശ്രീ വിജയ് അമൃതരാജ് ആണ്, സ്പോർട്സ് ആണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ് കേട്ടോ, ഇപ്പോൾ അമേരിക്കയിലാണ്. ശ്രീ വിജയ് അമൃതരാജ് സ്പോർട്സ് ആണ്, അമേരിക്കയാണെന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഇത്രയും പേർക്കാണ് എന്ത് കിട്ടിയത്? 13 പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അപ്പൊ 5 പേർക്ക് പത്മവിഭൂഷൺ കിട്ടി, 13 പേർക്ക് എന്ത് കിട്ടി? പത്മഭൂഷൺ കിട്ടി. ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും പരമാവധി കുറെ കാര്യങ്ങളൊക്കെ നല്ല നല്ല കോഡുകളൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഒറ്റ ടൈമിൽ നിങ്ങൾ ഇതൊക്കെ എന്താണ് കോഡൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മറന്നു പോകത്തില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് പത്മ പുരസ്കാരം, പത്മശ്രീ കിട്ടിയ ഒരു 3 പേരിലേക്കാണ് നമ്മൾ വരുന്നത്. പത്മശ്രീ, കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പത്മശ്രീയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കായിക താരങ്ങളെയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള വ്യക്തികളും ഒക്കെ കുറിച്ചാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ പത്മശ്രീ കിട്ടിയത്, കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 പേർക്ക് കേരളത്തിൽ നിന്ന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അതാരാണെന്ന് നമുക്ക് പഠിക്കാം. AE മുത്തുനായകമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. AE മുത്തുനായകം. മുത്തുനായകം ശാസ്ത്രമാണ് മേഖല എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന് ശാസ്ത്രവും എഞ്ചിനീയറിംഗും എന്ന മേഖലയിൽ നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് 2026 എന്ത് ലഭിച്ചത്? പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് AE മുത്തുനായകം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? പത്മശ്രീ ലഭിച്ചു. എന്താണ് മേഖല എന്ന് പറയുന്നത്? ശാസ്ത്രമാണ് മേഖല എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് AE മുത്തുനായകം എന്ന് പറയുന്നത്. അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് വരാം. കലാമണ്ഡലം വിമല മേനോനിലേക്ക്. കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കലയായിരിക്കും മേഖല എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഏതാണ് കലയെന്ന് ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ് കേട്ടോ. ക്ലാസിക്കൽ നൃത്തങ്ങൾ, പ്രത്യേകിച്ച് മോഹിനിയാട്ടം പ്രചരിപ്പിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് 2026 എന്ത് നൽകിയിട്ടുള്ളത്? പത്മശ്രീ നമ്മുടെ കലാമണ്ഡലം വിമല മേനോന് നൽകിയിട്ടുള്ളത്. അപ്പൊ കലാമണ്ഡലം വിമല മേനോൻ പഠിച്ചു വെച്ചേക്ക. ഏതാണ് മേഖല? കലയാണ് മേഖല എന്ന് പറയുന്നത്. 2026 കേരളത്തിൽ നിന്ന് പത്മശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് കലാമണ്ഡലം വിമല മേനോൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. മോഹിനിയാട്ടമാണ് പ്രധാന മേഖല എന്ന് പറയുന്നത്. അടുത്തത് നമുക്കൊക്കെ എന്താണ്? നമുക്കൊക്കെ ഒരു പ്രചോദനമാകേണ്ട, നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച ഒരു പത്മശ്രീയാണ് നമ്മുടെ ദേവകി അമ്മയുടെ പത്മശ്രീ പുരസ്കാരം എന്ന് പറയുന്നത്. പൊതുകാര്യമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തപോവനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ നൽകിയ പതിറ്റാണ്ടുകളായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് നമ്മുടെ ദേവകി അമ്മയ്ക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? 2026 പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. അതായത് 5 ഏക്കർ ഭൂമി അല്ലെ, ദേവകി അമ്മയുടെ 5 ഏക്കർ ഭൂമി, 5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ഒരു വനം തന്നെ നമ്മുടെ ദേവകി അമ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് എന്താണ് നമ്മുടെ ദേവകി അമ്മയുടെ ഇത്രയും കാലത്തെ വർഷങ്ങൾ കൊണ്ട് ഒരു വനം തന്നെ എന്താണ് സൃഷ്ടിച്ച വ്യക്തിയാണ് അല്ലെ, ഒരു വനം സൃഷ്ടിച്ച വ്യക്തിയാണ്. അത്രയും ഒരു അർഹമായ ഒരു പത്മശ്രീയാണ് ദേവകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും നമുക്ക് സന്തോഷകരമായിട്ടുള്ള നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണ് ദേവകി അമ്മ. അപ്പൊ ദേവകി അമ്മയ്ക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? 2026 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആലപ്പുഴക്കാരിയാണ്, എന്റെ നാട്ടുകാരിയാണ് ദേവകി അമ്മ, ആലപ്പുഴക്കാരിയാണ് ദേവകി അമ്മ. പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രായത്തില് ചെറുപ്രായത്തിൽ തൊട്ടേ വനം വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഒരു വലിയ ഓരോരോ മരം വെച്ച് നട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നട്ടു തുടങ്ങി ഈ പ്രായത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു വനം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ദേവകി അമ്മ. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വന്നാൽ കേരളത്തിന്റെ പത്മ പുരസ്കാരങ്ങൾ ഒന്നുകൂടി നമ്മൾ നോക്കിയാണ്. കേരളത്തിന്റെ പത്മ പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പത്മവിഭൂഷൺ കിട്ടിയതിൽ 5 പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 3 പേരും എവിടെയാണ്? മലയാളികളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ, KT തോമസ്, അതുപോലെ തന്നെ P നാരായണൻ. അടുത്തതിലേക്ക് വന്നാൽ പത്മഭൂഷൺ കിട്ടിയത്, കേരളത്തിൽ നിന്ന് പത്മഭൂഷൺ കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ്? 2 പേരാണെന്ന് നമ്മൾ പറഞ്ഞു. ശ്രീ മമ്മൂട്ടിയുമുണ്ട്, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനുമുണ്ട് അല്ലെ. ഇനി പത്മശ്രീ കിട്ടിയവരെയും പറ്റി
ഇപ്പൊ നമ്മൾ പഠിച്ചു AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, അതുപോലെ തന്നെ G ദേവകി അമ്മ എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീയും പത്മഭൂഷണും അതുപോലെ തന്നെ പത്മവിഭൂഷണും നേടിയിട്ടുള്ള മലയാളികളെയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ വരും, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ കായിക താരങ്ങൾക്ക് പത്മശ്രീ ഒക്കെ ലഭിച്ച, പത്മഭൂഷണൊക്കെ ലഭിച്ച, പത്മവിഭൂഷണൊക്കെ ലഭിച്ച പത്മവിഭൂഷണല്ല, പത്മഭൂഷണും പത്മശ്രീയും ഒക്കെ ലഭിച്ച കായിക താരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹർമൻപ്രീത് കൗറിനും രോഹിത് ശർമ്മയ്ക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് എപ്പോഴും ഓടിച്ചാടി വരുന്ന രണ്ടുപേരാണ് നമ്മുടെ ഹർമൻപ്രീത് കൗറും രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ ലഭിച്ച രണ്ടുപേരാണ് ഹർമൻപ്രീത് കൗറും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും. പഠിച്ചു വെച്ചേക്കണം. ഇങ്ങോട്ടേക്ക് വന്നാൽ മറ്റ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച മറ്റ് കായിക താരങ്ങളിലേക്ക് നമുക്ക് വരാം. പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് വിജയ് അമൃതരാജിനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇപ്പൊ അദ്ദേഹം അമേരിക്കയാണ്. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ, അമേരിക്ക, ശ്രീ വിജയ് അമൃതരാജ്, സ്പോർട്സ് ആണ് മേഖല. ഇപ്പൊ അദ്ദേഹം അമേരിക്കയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വിജയ് അമൃതരാജിന് എന്ത് ലഭിച്ചു? പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. 1982 പത്മശ്രീയും ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വിജയ് അമൃതരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം 2026 എന്താ ലഭിച്ചത്? പത്മഭൂഷൺ ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തതിലേക്ക് വന്നാൽ പത്മശ്രീ കിട്ടിയ വ്യക്തികളിലേക്കാണ്. നമ്മൾ പറഞ്ഞു രോഹിത് ശർമ്മയ്ക്ക് എന്ത് ലഭിച്ചു? ക്രിക്കറ്റ് താരമാണ്. രോഹിത് ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഹർമൻപ്രീത് കൗർ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് അല്ലെ, ക്രിക്കറ്റ് താരമാണ് ഹർമൻപ്രീത് കൗറും, വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഹർമൻപ്രീത് കൗർ. എന്ത് ലഭിച്ചു? നമ്മുടെ പത്മശ്രീ ലഭിച്ചു അല്ലെ. 2026 പത്മശ്രീ ലഭിച്ചു. ഇത് രണ്ടും നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ബൽദേവ് സിംഗ്, ഹോക്കിയാണ് മേഖല എന്ന് പറയുന്നത്. ഹോക്കി താരമാണ് ബൽദേവ് സിംഗ് എന്ന് പറയുന്നത്. 2026 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ്. സവിത പുനിയയ്ക്ക് എന്ത് ലഭിച്ചു? 2026 പത്മശ്രീ ലഭിച്ചു. സവിത പുനിയയുടെ മേഖല ഏതാണ്? ഹോക്കിയാണ്. സവിത പുനിയയുടെ മേഖല എന്ന് പറയുന്നത് പഠിച്ചു വെച്ചേക്കണം. ബൽദേവ് സിംഗ് ഹോക്കി താരമാണ്, അതുപോലെ തന്നെ സവിത പുനിയ ഹോക്കി താരമാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് 2026 പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നാൽ പ്രവീൺ കുമാർ അല്ലെ, പാരാ അത്ലറ്റിക്സ് ആണ് മേഖല എന്ന് പറയുന്നത്. ഒരു പാരാ അത്ലറ്റിക് താരമാണ് പ്രവീൺ കുമാർ. പ്രവീൺ കുമാറിന് എന്ത് ലഭിച്ചു? 2026 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് പ്രവീൺ കുമാർ എന്ന് പറയുന്നത്. അടുത്തത് വ്ളാഡിമർ മെസ്റ്റ് വിരീഷ് വില്ലി എന്ന് പറയുന്ന ഇന്ത്യൻ ഗുസ്തി കോച്ചിനും എന്താണ് 2026 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വ്ളാഡിമർ മെസ്റ്റ് വിരീഷ് വില്ലി എന്ന് പറയുന്ന ഇന്ത്യൻ ഗുസ്തി കോച്ചിനും എന്ത് ലഭിച്ചു? 2026 പത്മശ്രീ ലഭിച്ചവരുടെ കൂടെയുള്ള കായിക താരങ്ങളിൽ പത്മശ്രീ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കായിക താരങ്ങളിൽ പത്മഭൂഷൺ കിട്ടിയത്. പത്മശ്രീ കിട്ടിയ കായിക താരങ്ങളെ കുറിച്ച് ഹോക്കി താരമുണ്ട്, അതിൻ്റെ അകത്ത് ക്രിക്കറ്റ് താരമുണ്ട്, ഒരു കോച്ച് ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ കുറിച്ച് എന്താണ് പഠിച്ചു വെച്ചേക്കണം, മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ യുദ്ധകാല സൈനിക ബഹുമതിയുണ്ട്, സമാധാനകാല സൈനിക ബഹുമതിയുണ്ട്. ഈ യുദ്ധകാല സൈനിക ബഹുമതി എന്ന് പറയുന്നത് നമ്മുടെ വീരചക്ര, പരമവീരചക്ര, മഹാവീരചക്ര, ഇതൊക്കെയാണ് യുദ്ധകാല സൈനിക ബഹുമതികൾ എന്ന് പറയുന്നത്. ഇനി സമാധാനകാല സൈനിക ബഹുമതികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അശോക ചക്ര വരും, അതുപോലെ തന്നെ എന്താണ് ശൗര്യചക്ര വരും, കീർത്തി ചക്ര വരും. ഇതൊക്കെ റീസെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു റീസെന്റ്. സമാധാനകാല ധീരതാ സൈനിക പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ്, റീസെന്റ് ആയിട്ട് കിട്ടിയ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇത് കഴിഞ്ഞ് അവസാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നതായിരിക്കും കേട്ടോ. അവസാനത്തെ കണ്ടന്റ് ആണ് നമ്മുടെ സൈനിക ബഹുമതി കിട്ടിയിട്ടുള്ളത്. അതായത് സമാധാനകാല സൈനിക ബഹുമതികൾ അശോക ചക്രയും കീർത്തി ചക്രയും ശൗര്യ ചക്രയും കിട്ടിയ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ വ്യക്തി അശോക ചക്ര കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ശുഭാംശി ശുക്ല എന്ന് പറയുന്നത്. ആക്സിയം 4 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരോ ഓർമ്മ വരും? ശുഭാംശി ശുക്ലേനെ ഓർമ്മ വരും അല്ലെ. ആക്സിയം 4 മിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാം ശുഭമായിട്ട് ഭവിക്കാൻ വേണ്ടി ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട നമ്മുടെ ശുഭാംശി ശുക്ലേനെ ഓർമ്മ വരും. ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നമ്മുടെ ശുഭാംശി ശുക്ല എന്ന് പറയുന്നത്. രാകേഷ് ശർമ്മയുടെ പിൻഗാമിയായിട്ട് ബഹിരാകാശത്തേക്ക് പോയ ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനുമായ വ്യക്തിയാണ് ശുഭാംശി ശുക്ല. നമ്മുടെ ശുഭാംശി ശുക്ലയ്ക്ക് എന്ത് ലഭിച്ചു? അശോക ചക്ര ലഭിച്ചു അല്ലെ. ശോകമെന്നുമില്ലാതെ ശുഭമായിട്ട് ഭവിക്കാൻ വേണ്ടി അശോക ചക്ര ലഭിച്ചതാർക്കാണ്? ശുഭാംശി ശുക്ലയ്ക്കാണ്. 2026
2026 അശോക ചക്ര ലഭിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ കീർത്തി ചക്ര ലഭിച്ചത് ആർക്കാണ് കീർത്തി ചക്ര ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് മലയാളിയായിട്ടുള്ള ഒരു ബഹിരാകാശ യാത്രികനാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ്. മലയാളിയുടെ കീർത്തി എന്താണ്? കീർത്തി വാനോളം ഉയർത്തിയ നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് കീർത്തി ചക്ര ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഗഗൻയാൻ ദൗത്യമുണ്ടല്ലേ, ശുഭാംശു ശുക്ലയും ഗഗൻയാന്റെ ഭാഗമാണ്. നമ്മുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഇതിന്റെ മേധാവി, ഇതിന്റെ ക്യാപ്റ്റൻ ആണ് നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? കീർത്തി ചക്ര ലഭിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഗഗൻയാന്റെ ഭാഗം കൂടിയാണ്. ശുഭാംശുവും എന്താണ്? നമ്മുടെ ഗഗൻയാന്റെ ഭാഗം കൂടിയാണ്, പഠിച്ചു വെച്ചേക്കണം. ആർക്ക്? ശുഭാംശുവിന് എന്താ ലഭിച്ചത്? ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്രയും നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്രയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തതിലേക്ക് വന്നാൽ ശൗര്യ ചക്ര ലഭിച്ച വ്യക്തിയിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ പഠിച്ചതാണ് പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയ്ക്കും അതുപോലെ തന്നെ രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ എന്നിവർക്കാണ് ശൗര്യ ചക്ര ലഭിച്ചിട്ടുള്ളത്. അതായത് പായ് വഞ്ചിയിൽ ലോകം ചുറ്റുക എന്ന് പറയുന്ന ആ ദൗത്യം നാവിക സാഗർ പരിക്രം 2 എന്ന് പറയുന്ന പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ദൗത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന എന്ന് പറയുന്നത്. പുതുച്ചേരി സ്വദേശിയായ ലഫ്റ്റനന്റ് കമാൻഡർ എ രൂപ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ ഉണ്ടായിരുന്നു. ഇവരെന്താണ്? പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശികളായിട്ടുള്ള 2 വനിതകളെ പറ്റി ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസണും എന്ത് ലഭിച്ചിട്ടുണ്ട്? ആ ശൗര്യ ചക്ര ലഭിച്ചിട്ടുണ്ട്. അശോക ചക്ര പറഞ്ഞു, കീർത്തി ചക്ര പറഞ്ഞു, ഇപ്പൊ ശൗര്യ ചക്ര എത്ര പേർക്ക്? 3 പേർക്ക് ശൗര്യ ചക്ര ലഭിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കാൻ ഒരു കോഡ് പറഞ്ഞേട്ടെ. തിന്നാൻ കയ്യിൽ രൂപയില്ലെങ്കിൽ സണ്ണിന് ശൗര്യം വരുമെന്ന് ഓർത്താൽ മതി. അപ്പൊ വല്ലതും തിന്നാൻ, ദിൽന പഠിച്ചു വെച്ചേക്കാം. വല്ലതും തിന്നാൻ എന്താണ്? കയ്യിൽ രൂപയില്ലെങ്കിൽ സണ്ണിന്, വിൽസന്റെ സണ്ണ് എടുക്കുക, സണ്ണിന് എന്ത് വരും? ശൗര്യം വരുമെന്ന് ഓർത്താൽ മതി. അപ്പൊ കെ ദിൽന, എ രൂപ, അതുപോലെ തന്നെ വിപിൻ വിൽസൺ എന്നിവർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ശൗര്യ ചക്രയും ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ, പത്മവിഭൂഷൺ പഠിച്ചു, പത്മഭൂഷൺ പഠിച്ചു, പത്മശ്രീ കിട്ടിയതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള വ്യക്തികളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ കായിക താരങ്ങളെ കുറിച്ച് പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര കിട്ടിയ വ്യക്തികളെ കുറിച്ച് പഠിച്ചു. ഇത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് ഉറപ്പായിട്ടുമുള്ള ചോദ്യം വരുന്ന മേഖലയാണ്. പത്മ അവാർഡ്സിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരും. ഈ ചോദ്യം വരുന്ന മേഖല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ബാക്കി കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ആഡ് ആവുന്നതായിരിക്കും. അപ്പൊ നല്ല ഉഷാറായിട്ട് പഠിക്കുക, ആക്റ്റീവായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോകളുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും താങ്ക് യു ഓൾ.